നമസ്കാരം. 2026 ജൂലൈ 27 ജ്യോതിഷ ലോകം ഏറെ ശ്രദ്ധയോടെ കാത്തിരിക്കുന്നതായ ഒരു ദിവസമാണ്. എന്താണെന്നല്ലേ, കർമ്മഫലദാതാവായ ശനിദേവൻ മീനരാശിയിൽ പിന്നോക്കം സഞ്ചരിക്കാൻ പോവുകയാണ് ജൂലൈ 27 മുതൽ. സുഹൃത്തുക്കളെ, ശനിയുടെ ഈ ചലനം ഒരിക്കലും സാധാരണമായിരിക്കില്ല എന്നതാണ് ആദ്യം മനസ്സിലായിരിക്കേണ്ടത്. കാരണം ശനി നൽകുന്നത് പെട്ടെന്നുള്ള ഭാഗ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ശനിയെ മന്ദൻ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ ജീവിതം മാറ്റുന്ന അനുഭവങ്ങളിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടു പോകുന്ന, അല്ലെങ്കിൽ അതിൽ കടന്നു പോകാനായി വഴിയൊരുക്കുന്ന ഒരു ഗ്രഹം, അതാണ് ശനി. അദ്ദേഹം നമ്മളെ ഒരുപാട് രീതികളിൽ പരീക്ഷിക്കും. പക്ഷേ അർഹിക്കുന്നവരെ കൈപിടിച്ച് ഉയർത്തുക തന്നെ ചെയ്യും. അതാണ് ശനിദേവൻ്റെ പ്രത്യേകതയും. അപ്പോൾ ഈ ശനിയുടെ പിന്മാറ്റം നിമിത്തം ചില രാശിക്കാർക്ക് വലിയ പരീക്ഷണമായിരിക്കുമ്പോൾ 4 രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വലിയ ഒരു ഉയർച്ചയുടെ കാലം, അതായത് അവരെ ശനിദേവൻ നേരിട്ട് വന്ന് ജീവിതത്തിൽ കൈപിടിച്ച് ഉയർത്താൻ പോവുകയാണ്. അതിൻ്റെ ഫലമായി സാമ്പത്തിക നേട്ടവും, ജീവിതത്തിൽ ഇനി തിരിഞ്ഞു നോക്കേണ്ടതായൊരവസ്ഥ വരികയില്ല. അത്രത്തോളം ഭാഗ്യമാറ്റമാണ് ശനിദേവൻ 4 രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് നൽകുവാനായി പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നമ്മൾ വളരെ വിശദമായി നോക്കാൻ പോകുന്നത് 2026 ജൂലൈ 27 മുതൽ ശനിയുടെ ഈ ഒരു പിന്നോക്ക ചലനം ഏത് രാശിക്കാർക്കാണ് മഹാഭാഗ്യം നൽകുന്നത്, അവരുടെ ജീവിതത്തിൽ അവർ കാത്തിരുന്നതായ മാറ്റങ്ങളൊക്കെ വന്നു ചേരുമോ, എന്തെങ്കിലും ചെറിയ പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടോ എന്നതൊക്കെ നമുക്ക് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. ഇതിലാദ്യത്തെ ഭാഗ്യരാശി ഇടവമാണ്. കാർത്തിക, രോഹിണി, മകയിര നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽ വരുന്നത്. അപ്പോൾ ഇടവം രാശിക്കാർക്ക് ശനിയുടെ ഈ ഒരു പിന്മാറ്റം ഒരു രാജയോഗ സമയമായി തന്നെ മാറുന്നുണ്ട്. അതിൻ്റെ സാധ്യത കൂടുതലായി തന്നെയുണ്ട്. കാരണം ഇത്രയും നാൾ സാമ്പത്തികമായി കുടുങ്ങിക്കിടന്ന പല കാര്യങ്ങളും അപ്രതീക്ഷിതമായി ഇനി മുന്നോട്ട് നടന്നു കിട്ടാൻ പോകുന്ന സമയമായിരിക്കും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പണം പോലും തിരികെ ലഭിക്കാനുള്ള ഒരു സാധ്യത ഈ സമയത്ത് കൂടുതലാണെന്ന്. അതേപോലെ കുടുംബത്തിൽ സമാധാനം വർദ്ധിക്കും. വീട്ടിൽ സന്തോഷകരമായ വാർത്തകൾ, മക്കളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാനിരുന്ന ശുഭവാർത്തകളൊക്കെ വന്നു ചേരും. ഇനി ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ സ്ഥാനക്കയറ്റം, ശമ്പള വർധനവ്, പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നു ചേരുന്നതാണ്. ജോലി അന്വേഷിക്കുന്നവർക്കാണെങ്കിലും വിദേശത്ത്, പ്രത്യേകിച്ച് വിദേശ കമ്പനികളിൽ ജോലി അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ വലിയ വലിയ ഓഫറുകൾ, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ജോലി ലബ്ധിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യത്തിലും പുതിയ പങ്കാളിത്തങ്ങളൊക്കെ ഗുണം ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് പറയുമ്പോൾ ഭൂമി, സ്വർണം, കെട്ടിട, ബിൽഡിങ്ങൊക്കെ, കൺസ്ട്രക്ഷൻ വർക്കുകൾ, വാഹന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വലിയ ഒരു ലാഭസാധ്യത കൂടുതലായി വരുന്ന സമയം കൂടിയാണ്. അപ്പോൾ ഇടവം രാശിക്കാരിൽ പലർക്കും ഈ സമയം ജീവിതം ഒരു വീണ്ടും തിരിച്ചു പിടിക്കാൻ പോകുന്ന ഒരു അനുഭവം തന്നെയായിരിക്കും വന്നു ചേരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ രാശി നോക്കാം. രണ്ടാമത്തെ രാശിയും മിഥുനം രാശിയാണ്. മകയിരം, തിരുവാതിര, പുണർന്ന നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിൽ വരുന്നത്. അപ്പോൾ മിഥുനം രാശിക്കാർക്കും ശനിയുടെ ഈ പിന്മാറ്റം കർമ്മമേഖലയിൽ വലിയ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാൾ ചെയ്ത കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്നതായ ഒരു സമയം. ജോലിസ്ഥലത്ത് നിങ്ങളെ അവഗണിച്ചിരുന്നത്, മേലുദ്യോഗസ്ഥരാകട്ടെ അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരാകട്ടെ, ആരായാലും അവഗണിച്ചിരുന്നവർ പോലും നിങ്ങളുടെ കഴിവ് അംഗീകരിച്ച് അതിനുള്ള അംഗീകാരങ്ങൾ തരുന്ന ഒരു സമയമാണ്. സ്വന്തമായി ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടാകും. അവർക്കും ശക്തമായ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു സമയം. ഓൺലൈൻ ബിസിനസ്, അല്ലെങ്കിൽ മീഡിയ, കമ്മ്യൂണിക്കേഷൻ, വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ പ്രത്യേക ഒരു നേട്ടം വന്നു ചേരുമെന്നതിൽ സംശയം വേണ്ട. പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ പ്രശ്നങ്ങളൊക്കെ തീർന്ന് സ്വത്ത് ലഭിക്കാനുള്ള സാധ്യത, ഭൂമി വാങ്ങാനായിട്ട്, വീട് നിർമ്മാണം, വാഹനം വാങ്ങൽ എന്നിവയ്ക്കൊക്കെ യോഗം ശക്തമായി തന്നെ തെളിയുന്ന ഒരു സമയമാണ്. വിദേശ ബന്ധങ്ങൾ ഗുണം ചെയ്യും. സോഷ്യൽ മീഡിയയിലൂടെയോ അല്ലെങ്കിൽ പുതിയ പരിചയങ്ങളിലൂടെയൊക്കെ വലിയ അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ ശനിദേവൻ സ്വയമേവ തുറന്നു തരുന്ന സമയമാണ്. അപ്പോൾ മിഥുനം രാശിക്കാർ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഈ സമയം ലഭിക്കുന്ന അവസരങ്ങൾ നിങ്ങളുടെ മടി പിടിച്ചിരുന്ന് ലേസിയായിട്ടിരിക്കുന്നത് കൊണ്ട് നഷ്ടപ്പെടുത്തരുത്. അതായത് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ ശനിദേവൻ നമ്മളെ ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മടി കാരണം അതിന് തടസ്സം ഉണ്ടാകരുത്. കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തുമ്പോൾ അതിൽ പിടിച്ച് കയറാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നില്ലെങ്കിൽ പിന്നെ ആ പിടിവള്ളി തന്നെ ഭഗവാൻ അങ്ങ് മാറ്റും. പിന്നെ നമ്മൾ പഴയതുപോലെ ആയി വിഷമിച്ച് ഇങ്ങനെ പരിതപിച്ചുകൊണ്ടിരിക്കാനേ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ വരുന്ന അവസരത്തെ
പരമാവധി പ്രയോജനപ്പെടുത്തി നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോയാൽ നിങ്ങൾ ഓർത്തുകൊള്ളൂ, നിങ്ങളെ ഈ ദുരിതത്തിൽ കൊണ്ടിട്ട് ശനിദേവനാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ ശനിദേവൻ തന്നെ ഇനി നിങ്ങളെ ആ ദുരിത കയത്തിൽ നിന്ന് ഉയർത്തുന്നതാണ്. ഇനി മൂന്നാമത്തെ ഭാഗ്യരാശി തുലാമാണ്. അപ്പോൾ തുലാം രാശിയിൽ വരുന്നത് ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രങ്ങളാണ്. അപ്പോൾ ഈ തുലാം രാശിക്കാർക്കും ശനിദേവൻ്റെ ഈ ഒരു ചലനം ആശ്വാസത്തിൻ്റെ കാലഘട്ടം ഒരുപാട് നാളുകൾക്ക് ശേഷം തുടങ്ങി എന്ന് തന്നെ പറയേണ്ടതുണ്ട്. ഇത്രയും നാൾ മനസ്സിലെ അലട്ടിയിരുന്നതായ പ്രശ്നങ്ങൾ, കേസ്, വഴക്ക് പ്രശ്നങ്ങൾ, കടങ്ങൾ, അതേപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതിൽ നിന്നൊക്കെ ഒരു മോചനം നിങ്ങൾക്ക് വന്നു ചേരും. ശത്രുദോഷം ഉണ്ടായിരുന്നു, ഒരുപാട് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള കാര്യങ്ങൾ, അതൊക്കെ മാറും. നിങ്ങളെ പിന്നിൽ നിന്ന് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതായ ആ വ്യക്തികൾ, ശത്രുദോഷം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി അപവാദങ്ങൾ പറഞ്ഞു ഒപ്പിച്ചുകൊണ്ട് നിങ്ങളെ തളർത്താൻ നോക്കിയിരുന്ന ആളുകൾക്ക് ശക്തി കുറയാനുള്ള പോവുകയാണ്. അപ്പോൾ ആ ശക്തി കുറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിൽ മികച്ചതായി വരാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ കരകയറാനുള്ള ഒരു സമയമായി മാറും. കോടതി കേസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അനുകൂലമായ വിധി ലഭിക്കും. കടബാധ്യതകൾ കുറയ്ക്കുവാനുള്ള അവസരം എന്ന് പറയുമ്പോൾ നല്ല ജോലി ലഭിക്കും. ആ ജോലിയിലൂടെ കടങ്ങൾ നിങ്ങൾക്ക് പതുക്കെ കുറയ്ക്കുവാനായി സാധിക്കും. വളരെ നാളായിട്ട് ചികിത്സയിലിരുന്ന ആളുകളാണെങ്കിൽ ആരോഗ്യത്തിലൊക്കെ വലിയൊരു പുരോഗതി ഉണ്ടാകും. മാനസിക സമ്മർദ്ദങ്ങളൊക്കെ കുറയും, ഉറക്കക്കുറവ് അനുഭവപ്പെടുന്ന ഉണ്ടാകും. അപ്പോൾ അതൊക്കെ മാറി. മനസ്സിൻ്റെ ഭയം കാരണമാണ് ഈ ഉറക്കക്കുറവും വരുന്നത്. ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് മുന്നോട്ട് എങ്ങനെ പോകുമെന്നുള്ള ചിന്ത, നെഗറ്റീവ് ചിന്തകളൊക്കെ ഉണ്ടായിട്ടുള്ളവരാണ്. അത് മുഖേന പേടി, അത് മുഖേന ഉണ്ടാകുന്ന ഉറക്കക്കുറവ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു കുറവ് മാറ്റം ഉണ്ടാകും. ഇനി വിവാഹം വൈകി നിൽക്കുന്നവരാണെങ്കിൽ നല്ല വിവാഹ ആലോചനയൊക്കെ വരികയും കുടുംബ ബന്ധങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഈ സമയം ഒരു തുലാം രാശിക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രാർത്ഥനകൾ വേഗത്തിൽ ഫലം ചെയ്യുമെന്നത് മനസ്സിലാക്കുക. അതിനാൽ തന്നെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോയാൽ ഒരുപാട് നാളുകളായി എല്ലാവരുടെയും മുൻപിൽ അപഹാസ്യരായി കഴിഞ്ഞിരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു നേട്ടവും ഉയർച്ചയും വരും. ഈ വാക്കുകളെ ഒന്ന് വിശ്വസിക്കുക. ഇനി അടുത്ത രാശി നമുക്ക് വൃശ്ചികമാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽ വരുന്നത്. അപ്പോൾ വൃശ്ചികം രാശിക്കാർക്കും ശനിയുടെ ഒരു പിന്മാറ്റം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് എന്ന് തന്നെ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് അത് പറയുമ്പോൾ വിദ്യാർത്ഥികളുടെ കാര്യം. അപ്പോൾ വിദേശത്തേക്ക് പോകാനൊക്കെ ആയിട്ടിരിക്കുന്നവരുണ്ടാകുമല്ലോ. അപ്പോൾ ഇനി റിസൾട്ടൊക്കെ വന്നു, അപ്പോൾ ആ ഒരു പഠനത്തിനായി വിദേശത്തേക്ക് പോകാനിരിക്കുന്നവർക്കും വലിയൊരു നേട്ടം, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള പഠനമൊക്കെ സാധ്യമാകുന്നതാണ്. മത്സര പരീക്ഷകൾ എഴുതുന്നവരാണെങ്കിൽ വിജയസാധ്യത ഉയരുന്നതാണ്. ശ്രദ്ധയും ഓർമ്മശക്തിയും ഒക്കെ ഒരു വർധനവ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസം, വിദേശ പഠനം, ജോലി ആവശ്യമായിട്ടുള്ള പുറം നാട്ടുകളിലേക്കുള്ള, അതായത് വിദേശത്തേക്കുള്ള യാത്ര ഒക്കെ തടസ്സങ്ങളായിട്ട് നിന്നവരുണ്ടാകും. അതൊക്കെ മാറും. വിസ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മാറുന്ന സമയമാണ്. ശനി എന്ന് പറഞ്ഞാൽ പിടിച്ച് നിർത്തണം, അല്ലെങ്കിൽ നിന്നെ ചവിട്ടി നിർത്തണം എന്ന് വിചാരിച്ചാൽ ഇനി നമ്മൾ എന്തെല്ലാം ശക്തി ഉപയോഗിച്ചാലും ശനിദേവൻ്റെ ആ പിടിയിൽ നിന്ന് നമുക്ക് മാറാൻ സാധിക്കില്ല. പക്ഷേ ഒരു സമയം വരുമ്പോൾ ആ പിടിച്ചു നിർത്തിയ ആൾ തന്നെ നമ്മളെ കൈപിടിച്ച് ഉയർച്ചയിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ശനിയെ ഭയക്കുകയല്ല വേണ്ടത്. ശനി കർമ്മം ചെയ്യുന്നത്, നീ എന്ത് കർമ്മമാണോ ചെയ്ത് അതിൻ്റെ ഫലം തരുന്ന ദേവനാണ് ശനിദേവൻ. അതുകൊണ്ട് ശനി എന്ന് പറഞ്ഞ് അപഹാസ്യനാക്കിയല്ല, ശനിദേവൻ എന്ന് തന്നെ പൂർണ്ണമായി വിളിക്കുക. ആത്മീയതയിലേക്കുള്ളൊരു ആകർഷണമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. ക്ഷേത്ര ദർശനങ്ങൾ നടത്താൻ തോന്നും, ജപങ്ങൾ നടത്താൻ തോന്നും, ധ്യാനങ്ങളൊക്കെ നടത്താൻ തോന്നും. അതൊക്കെ മനസ്സിന് ഒരുപാട് സമാധാനം കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾക്ക് സമാധാനം മനസ്സിന് കിട്ടുന്ന വഴികൾ സ്വീകരിക്കുക. വൃശ്ചിക രാശിക്കാർ പലരും ഈ ഒരു ജീവിതത്തിൽ വളരെയധികം ദുരിതകാലമായി തന്നെയാണ് മുന്നോട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ആ വിഷമങ്ങളൊക്കെ വിട്ടുമാറി പുതിയൊരു ആത്മവിശ്വാസ വർധനമൊക്കെ നിങ്ങൾക്ക് ഇനി മുതൽ വന്നു ചേരാൻ പോകുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു, ശനിദേവൻ്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കാൻ ചെയ്യേണ്ടതായ ചില പരിഹാരങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതായത് ശനിയുടെ ഈ ഒരു പിന്നോക്കാവസ്ഥയിൽ നല്ല ഫലങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനായിട്ട് ചില കാര്യങ്ങൾ നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിൽ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം, ഓരോ ശനിയാഴ്ചകളിലും ശനിക്ഷേത്രത്തിൽ കടുകെണ്ണ വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും അധികം ഉത്തമമായിരിക്കും. അതേപോലെ എള്ള്, അതും കറുത്ത എള്ള് ദാനം ചെയ്യുന്നതും, കറുത്ത ഉഴുന്ന് ദരിദ്രരായ ആളുകൾക്ക് ദാനം നൽകുന്നത്, കഴിയുമെങ്കിൽ കുട, മഴക്കാലമാണ്, ഒരു കുടയെങ്കിലും ഏറ്റവും വിഷമം അനുഭവിക്കുന്ന ഒരാൾക്ക് ദാനമായി കൊടുക്കുന്നത്. അതുപോലെ ദിവസവും, അല്ലെങ്കിൽ ദിവസവും എന്ന് വേണമെന്നില്ല, ശനിയാഴ്ചകളിലെങ്കിലും ഹനുമാൻ ചാലിസ ചൊല്ലുന്നത് ശനിദോഷം കുറയുന്നതിനും വളരെ ശക്തമായി ശനി ഭഗവാന്റെ അനുഗ്രഹം, അതോടൊപ്പം ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് വരുന്നതിന് ഒരു പരിഹാരമായിട്ട് തന്നെയാണ് മാറുന്നത്. ഇനി മറ്റൊരു കാര്യം, മാതാപിതാക്കളെ ബഹുമാനിക്കുക, ദരിദ്രരെ സഹായിക്കുക. ഇതൊക്കെ
ഇതൊക്കെ ശനിദേവൻ വളരെ വേഗത്തിൽ നമ്മളിലേക്ക് പ്രസാദിക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ സ്ത്രീകൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ, അവരെ ഒരു രീതിയിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒന്നും ഉപദ്രവം ഉണ്ടാക്കരുത് എന്നതുകൂടി ശനിദേവൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശനി ഒരിക്കലും ആരെയും അങ്ങനെ വെറുതെ പരീക്ഷിക്കുന്ന ഗ്രഹമല്ല എന്നത് വീണ്ടും പറയുകയാണ്. നമ്മുടെ കർമ്മത്തിനനുസരിച്ചായിരിക്കും ശനിദേവൻ ഫലം തരുന്നത്. അതുകൊണ്ട് എന്താ, നല്ല കർമ്മങ്ങൾ ചെയ്യുക, ശനിദേവൻ നല്ല ഫലങ്ങൾ തന്നെ നൽകുന്നതാണ്. അപ്പോൾ ഇവിടെ 2026 ജൂലൈ 27 ആരംഭിക്കുന്ന ഈ ഒരു മഹാമാറ്റം തന്നെയാണ്. കാരണം മഹാദുരിതം അനുഭവിച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ മാറ്റം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഉയർച്ചകളാണ് ഈ 4 രാശിക്കാർക്കും വന്നു ചേരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ രാശിയുണ്ടോ എന്നൊക്കെ നോക്കുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.